ചേച്ചി എങ്ങോട്ടാ? അമ്മൂമ്മ എങ്ങോട്ടാ? അമ്മൂമ്മക്ക് അങ്ങോട്ട് പോണം. ഇത് വയസ്സാങ്കാലത്ത് പോലെ കുറച്ച് ടാസ്ക് അല്ലേ ഗൈസ്? ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്തൊരു കാപ്പിയിൽ പോയാൽ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് കൊണ്ട സ്ഥലമാണ് കാപ്പി. പിന്നെ നമ്മുടെ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എണ്ണ അടിക്കാണ്ട് വണ്ടി മുമ്പോട്ടേ കൊടുക്കില്ല. പിന്നെ ഇവന്റെ ഡാഡി ഭയങ്കര റിച്ച് ആയിട്ട് പൈസക്ക് ഒരു സീനില്ലാന്നാ നോൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ 100 ഉറുപ്പിക ഫുൾ ടാങ്ക് എണ്ണ അടിച്ചോളും. കാര്യമാക്കണ്ട, ശരീരം മാത്രമേ ഇടുള്ളൂ, ബ്രെയിൻ വീട്ടിൽ വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ നേരെ ടാർഗറ്റിലേക്ക് വിട്ട് 6 മണിക്ക് മുമ്പ് വീട്ടിൽ കയറണമെന്നാണ് അച്ഛൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പതിക്കെത്തിയപ്പോഴത്തേക്ക് നമ്മളൊരു കള്ളിഷാപ്പ് ഉണ്ട്, നമുക്ക് പിന്നെ അത് ഹറാമായോണ്ട് നമ്മളത് മൈൻഡ് ആക്കി. അങ്ങനെ ഫൈനലി നമ്മൾ കാപ്പിയൊന്നും ഇതാന്ന് ഇട്ടാ കാപ്പി. പിന്നെ നമ്മൾ നേരെ കുറച്ച് മുമ്പോട്ടേ കടന്നു. പിന്നെ ഈ പാലം കടന്നിട്ട് വേണം അപ്പുറം പോയി. പിന്നെ മേളിലെത്തിയിട്ട് അപ്പുറത്തുള്ള മല നോക്കുമ്പോൾ ബാഹുബലി ഷൂട്ടിങ്ങിലുണ്ടായ മലയാണൊക്കെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമന്റ് ചെയ്യും. ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഓഫ് റോഡ് മൂഡ് കയറി. വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിലും വണ്ടി കൊണ്ടിട്ട് എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ തോന്നി. അങ്ങനെ മേളിൽ ചെന്നപ്പോഴത്തേക്കും വെള്ളച്ചാട്ടം കണ്ട്. ഇത് ഈ ആഴ്ചത്തെ 3ാമത്തെ വെള്ളച്ചാട്ടം കാണില്ല. MX-ന് വേറെ പണിയൊന്നുമില്ലല്ലോ. എനിക്ക് പിന്നെ വെള്ള അലർജി നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അതുകൊണ്ട് അവരെ പറഞ്ഞിട്ട് ഞാൻ പുറത്തിരുന്നു. പിന്നെ പുറത്തിരുന്നുകൊണ്ട് ഒരുത്തൻ്റെ അഭിനയിച്ചുള്ള കുളിസിയും കാണാൻ പറ്റി. പിന്നെ ആ ബോർഡിൽ എഴുതിയിട്ടുള്ളത് ഇത് ഇവനെ കണക്കെത്തവന്മാരെ സൂക്ഷിക്കണം എന്നാണ്. അപ്പുറത്തേണ്ട മലയോടാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ക്രഷ് പഠിച്ചു. ആമി എന്നെ പോലെ എല്ലാം നിരീക്ഷിച്ച് പുറത്തിരിക്കും. ആമി എന്നെ പറയുന്നത് ഏട്ടനെ കണ്ടിനെ ശരിക്കും ദുൽഖർ സൽമാനെ കണക്കെ ഉണ്ടെന്ന എന്ത് ചെയ്യാനല്ലേ. പിന്നെ നമ്മൾ കാലം കഴിഞ്ഞ നേരെ താഴെ ഉണ്ടായ വെള്ളത്തിൽ ചെരുപ്പ് ചെറുതായിട്ട് അങ്ങ് ഒലിച്ചു പോയി. പിന്നെ ശ്രീഷട്ടം വലിയ കുഴിയായതുകൊണ്ട് തുള്ളിയില്ല. അത് മാത്രമല്ല നീന്താൻ പറയും. ഒരു ചെരുപ്പ് പോയ സ്ഥിതിക്ക് മറ്റേ ചെരുപ്പ് വീട്ടിൽ കൊണ്ടുപോയിട്ട് കാര്യത്തിൽ വെച്ചിട്ട് നമ്മൾ അതും കൂടെ ഒഴുക്കി വിട്ടു. ഞാൻ നോക്കുമ്പോൾ അവിടെ സിനിമയുടെ ഷൂട്ടിങ്. സിനിമയുടെ പേര് പാറകൾക്കിടയിൽ അടിയെന്നാണ് പറഞ്ഞത്. ഷൂട്ട് കഴിഞ്ഞ് വീഡിയോ എടുത്ത ക്യാമറമാനെ കുളിപ്പിക്കുന്ന ഒരു പദ്ധതിയും കൂടി സിനിമയ്ക്ക് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഈ മലയിടിക്കാനുള്ള പ്ലാനാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഈ വനംവകുപ്പ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോട്ടാ. പിന്നെ എൻ്റെ വിത്തോട്ട് ചായ എത്തിയെന്നാ പിന്നെ ചായ കിട്ടി. പിന്നെ കാണാം. ബൈ.